ആ അതൊക്കെ എനിക്ക് മനസ്സിലാവുമല്ലോ. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളല്ലേ, ഞാൻ പറയണത് അങ്ങോട്ട് കേൾക്കണം. ആ അതെ, അങ്ങനെയല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യണം. ഒടുവിൽ സമയത്ത് അതില്ല ഇതില്ല മറ്റതില്ല മറിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. മാത്രമല്ല ഇത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ആ ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ആദ്യം വേണ്ടത് ലക്ഷ്യബോധം. അതിനെന്താണ് അശ്രാന്ത പരിശ്രമം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റൂ. ആ നമ്മുടെ നാട്ടുകാർ ഞെട്ടണം. ഇതൊരു പുതിയ അനുഭവമായിരിക്കണം. ആ രീതിയിൽ ചെയ്യണം. പിന്നെ ദയവ് ചെയ്ത് എന്തുണ്ടെങ്കിലും എന്നോട് സംസാരിച്ചാൽ മതി. ആ പൊട്ട നടരായനോട്ടൊന്നും ഒരു കാര്യം ബന്ധപ്പെടുത്തണ്ട. എല്ലാം പറഞ്ഞ പോലെ എല്ലാം അറേഞ്ച് ചെയ്തോളണം. നിന്നെ എനിക്കിപ്പോൾ വിശ്വാസമുള്ളൂ. ശരി എന്നാൽ ശരി 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 ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യും, ഒരു 1000 പ്രാവശ്യം. എന്താണ് രാവിലെ ലക്ഷ്യബോധം, ഞെട്ടിക്കൽ, അശ്രാന്ത പരിശ്രമം, വായിക്കൊള്ളാത്ത വാക്കൊക്കെ? ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അതുപോലുള്ള വാക്കുകൾ അത് പ്രാവർത്തികമാക്കണം, എന്നാലേ പറ്റൂ. അല്ല, അതുപോലെയുള്ള വാക്കുകളൊക്കെ കൊള്ളാം. അത് നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഇല്ലല്ലോ. ലക്ഷ്യബോധം അശ്രാന്ത പരിശ്രമം എന്നൊക്കെ പറയുമ്പോ തന്നെ നീ നോക്കിക്കോ, ഞെട്ടാൻ പോവുകയാണ്. ഞെട്ടാൻ ഞെട്ടിക്കാന്ന് പറയുമ്പോ വല്ല ബോംബിന്റെ പരിപാടി എങ്ങനെയാണോ? ഇല്ല, തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം കാണാൻ പോകുന്ന പൂരം എന്തിനാണ് പറഞ്ഞറിയിക്കണേ? എന്റെ ലൈൻമാനുകളെ നേരത്തെ ഞാൻ ലൈൻമാൻ നീ പറഞ്ഞല്ല. അല്ല, നീ മറന്നു പോയിരിക്കാൻ വേണ്ടിയേ ഞാൻ വേഗത്തിൽ നടന്നല്ലേ. ആണേ, അല്ലാതെ ജോലിക്കൊന്നും പോകില്ലല്ലോ അല്ലേ? നീ ആരുടെ എന്റെ അടുത്താണ് ചോദിക്കുന്നത്? വീട്ടിൽ കുത്തിരിക്കണം എന്റെ അടുത്ത്. നീ ഇപ്പൊ നൈസ് പണിയും കടുത്ത ശമ്പളമായിട്ടിരിക്കണേ, ഞാൻ അറിയുന്നുണ്ട്. നീ പിള്ളേരെ കൊണ്ട് പണി എടുപ്പിക്കുന്നുണ്ട്, ശമ്പളമാക്കുന്നുണ്ട്. പിന്നെ അളിയാ, ഈ ക്രിസ്മസിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? സ്നേഹനായകന്റെ തിരുപ്പിറവി ദിനം. മികച്ച തമാശക്കാർക്കുള്ള അവാർഡ് ഈ വർഷവും ആങ്ങളെയും പെങ്ങളെയും വേറെ ആർക്കും വിട്ടുകൊടുക്കൂലെന്ന് തന്നെ. ജമന്തി, എന്ത് ഇത് രണ്ടും ഇങ്ങനെ ആയിപ്പോയത്? ക്ലീറ്റോ ചേട്ടൻ്റെ കൂടെ അല്ലേ സഹവാസം? അയ്യോ, അത് അവിടെ നിന്നും പോയി. ഞാൻ ഒന്നും ചോദിച്ചില്ല. നീ അവനാണ് വാരി കൊടുക്കുന്നത്. ഡീ അവന് വാരി കൂടെ കൊടു. എന്റെ മക്കളെ, നിങ്ങൾ ഇത്ര ശബ്ദത്തിൽ വർത്താനം പറയല്ലേ? ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? മിണ്ടായിരിക്കും മക്കളെ. അവിടെ പോയി കളി. വായിക്കാത്ത അങ്ങോട്ട് വല്ല നിറച്ചു വെച്ചോളൂ. അങ്ങനെങ്കിലും അടഞ്ഞിരിക്കട്ടെ. അങ്ങനെ ആദ്യം അവന് വെച്ചോളൂ കുറച്ച്. എടാ, നിനക്ക് അസൂയല്ലേ അവളെനിക്ക് വാരി തരണത്? അങ്ങനെയാണ്, വല്ലപ്പോഴൊക്കെ വാരി കൊടുക്കണം. നീ അവളെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു. ക്രിസ്മസിന്റെ പ്ലാനിങ് എങ്ങനെയാണ്? ക്രിസ്മസ് എല്ലാ വർഷത്തെ പോലെയാ. ആളെയും ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്യുന്നു. നമ്മൾ ഗംഭീരമായിട്ട് എല്ലാം നടപ്പാക്കാൻ നോക്കുന്നു. അവസാനം കൊളാവുന്നു. ചിലവാകുന്ന പൈസ മുഴുവൻ ഞാൻ കൊടുക്കുന്നു. അടിപൊളി. അതെ, ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊരു ചർച്ചയ്ക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഔദ്യോഗികമായിട്ട് ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോവാണ്. ഈ ക്രിസ്മസ് ക്ലീറ്റസിന്റെ ചെലവിൽ നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. ഞാനില്ല. അതെ, എന്തിനാണ് നീ എതിര് പറയാതെ നിന്നിട്ട്? എതിര് പറയണത് വേറൊന്നുമല്ല. എന്തായാലും അവൻ പൈസ മുടക്കേണ്ടി വരും. ഞാൻ അതിനനുസരിച്ച് അകത്തിരുന്ന് ചവിട്ടേണ്ടി വരും. ബുദ്ധിമുട്ടാ. നീ അതൊന്ന് മാറ്റി ചവിട്ടിയാൽ മതിയായിരുന്നു. നീ ആ മെഷീനിട്ട് ചവിട്ടണേരെ അവനോട് എണ്ണം കൊടുത്താൽ മതിയായിരുന്നു. എല്ലാം ക്ലിയർ ആയത്. അല്ല, അവള് ചവിട്ടിയിട്ട് തന്നെ നീ നന്നായത്. നീ പണ്ടങ്ങനെ അല്ലായിരുന്നല്ല. എടാ, ഞാനും എന്റെ പെങ്ങളൊക്കെ പണ്ടേ നല്ലവരാ. നിന്റെ കൂടെ അഴുക്കുകളെ കൂടെ കൂടി തന്നെ ഞങ്ങള് വന്നു കയറിയതൊക്കെ അഴുക്കാ. ജമന്തി, എന്നെയല്ല ഉദ്ദേശിച്ചത്. നിന്നെ തന്നെ. അവര് ആങ്ങളെ പെങ്ങളെ ആവുമ്പോ പിന്നെ വന്നു കയറിയത് നമ്മളൊക്കെ അഴുക്ക തന്നെ. എന്നാലേ എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്. ആ പൈസ ഉടനെ വരും. അത് വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് നമ്മൾ പൊളിച്ചടുക്കി ആഘോഷിക്കും. ഈ ക്രിസ്മസിനായിരുന്നു തന്നെ. ഈ ക്രിസ്മസ് അല്ല, പൈസ വരാണ്ടെന്ന്. ക്ലീറ്റോന് എന്താ ക്ലീറ്റോ? ഞാനില്ല കേട്ടോ. നീ ചെലവാക്കണ്ട. ക്രിസ്മസിന്റെ ചെലവിനുള്ള പകുതി കാശ് ഞാൻ നിന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ ബീഫ്, ചിക്കൻ, പോർക്ക്, പൊത്ത്, കള, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. കാളയും തന്നെ ഞാൻ പറഞ്ഞ പോത്തെ. പിന്നെ പുൽക്കൂട്. പുൽക്കൂടില്ലാതെ എന്താ ആഘോഷം? ഇതിലെല്ലാം ഉപരി വേറൊരു വലിയ സംഭവം ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കരോള് ടീം വരുന്നുണ്ട്. ആട്ടം പാട്ടം കൊണ്ടാട്ടം. ഡാഡി, മറ്റേ പുൽക്കൂട് എവിടെ വെക്കും? പുൽക്കൂട് ഡാഡി എവിടെ വെക്കും? ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. നമുക്ക് എവിടെയെങ്കിലും വെക്കാം. സൂപ്പർ ആയിരിക്കും. ക്രിസ്മസിന് സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് പങ്ക് ചേർന്നിട്ട് പോകാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എനിക്ക് അതിലൊന്നും ബുദ്ധിമുട്ടില്ല. അവസാനം റെഡിയാക്കി തരായിരുന്നാ മതി.
ഒട്ടും പൈസ ചെലവാക്കി ആഘോഷിക്കാന്ന് പറഞ്ഞാൽ അതിലെങ്കിലും ഒന്ന് പങ്കുചേരടേ. എന്തായാലും ഞാൻ കുറച്ച് പലിശക്ക് കുറച്ച് പൈസ എടുത്ത് വെച്ചേക്കാം. ആ വെച്ചാലേ അത്യാവശ്യം വന്നാലോ. പ്രോത്സാഹിപ്പിക്കല്ലേ എന്റെ പൊന്നു കനക, നീ ഞാൻ അതല്ലേ മൈൻഡ് ചെയ്യാതിരിക്കണത്. നീയൊക്കെ ഇങ്ങനെ എരികൂട്ടിയാണ് ഈ ആവശ്യമില്ലാത്ത ഓരോ പണിക്ക് എന്ന് കയറുന്നത്. നീ കണ്ടോണ്ടിരിക്കുക, ഞാൻ കൊണ്ട് അവനല്ലേ എന്നെ പിടിച്ചിരുത്തി ഇവിടെ. അപ്പൊ എന്തിനു ഇവിടെ വന്നിരുന്ന അങ്ങോട്ട് കയറി പോർന്നില്ലേ? ചോറിനാ വന്നവര് ചോറിനാൻ പൊക്കോണം. മക്കളീ വാ, അവക്ക് ഇനി കൊടുക്കണ്ട, അവളുടെ വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞു. നീ ഒരുപാട് ചോറ് കൊടുത്താടി ഇപ്പൊ. അപ്പം കൊടുത്താ ചോറല്ല, അപ്പ അവക്ക് അപ്പം വേണമെന്ന് പറഞ്ഞിട്ടാ. മതിയോ? നീ എന്താ വയ്ക്കണേ? നല്ല മീൻകറി ഉണ്ട്. അമ്മ വെച്ച കുറച്ച് നല്ല മീൻകറിയും കപ്പയും മുളകിട്ട് ഇങ്ങനെ ഞാൻ ഓടി വെച്ചിട്ടുണ്ട്. എനിക്ക് മുളക് ഇഷ്ടല്ല. ശരി വാ. നോക്കട്ടെ. ഓ കളിക്കണം. അമ്മ പോണേ. നിങ്ങളൊന്ന് പുറത്തു പോയി കളിച്ച പിള്ളേരെ വീഴും. തട്ടിയിട്ടരുത്. ആ ഇറച്ചിയൊക്കെ ഇന്ന് തട്ടിമുറിച്ച് കളഞ്ഞാൽ രണ്ടിനെയും ഞാൻ ശരിയാക്കും. ചിലപ്പോ പുറത്തു പോയി അതെ എന്തായി കാര്യങ്ങളൊക്കെ? ഇറച്ചിയൊക്കെ അടുപ്പത്തായി. അല്ല ഇറച്ചിയും മീനും ഇനി കൊണ്ടുവരും. ഇനി എന്തിനാ ഇറച്ചി മീന്? പോർക്കില്ലല്ലോ. പോർക്ക് മേടിക്കണം, ചിക്കനും ബീഫും ഉണ്ട്. പോർക്കില്ലാത്ത ക്രിസ്മസ് ആഘോഷമൊക്കെ അത് ഞങ്ങൾ പാലക്കാരൊക്കെ പോർക്കൊരു മെയിൻ സംഭവമാണ്. പിന്നെ മീൻ സൈഡിൽ ഒരു അച്ചാറ് പോലെ ഇച്ചിരി മീനും വേണം. ഇന്നലെ മീൻ മേടിച്ചതില്ലേ? പിന്നെ ഇന്നലത്തെ മീൻ ഇന്ന് എടുക്കാനോ? കളിക്കരുത് നീ. ഇത് ആരോടാണ്? എന്തായി ജമന്തി കാര്യങ്ങളൊക്കെ? അല്ല ഉഷാറല്ലേ? എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. ആര് പിടിച്ചു വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെയ്യണം. ചെയ്യിപ്പിക്കാത്തത് എന്തുവാ? എന്താ ചെയ്യിപ്പിക്കാത്ത? കൊറേ അരിയാനും പൊളിക്കാനും മാത്രം കൊണ്ടുതരും. കറിയൊക്കെ അതെ ഏതെങ്കിലും ഒരു വിഭവം അവളുടെ കയ്യിൽ ആ മസാല കൂട്ട് അവൾക്ക് കൊടുക്കും. ഇപ്പത്തെ എന്തു അത് പറയല്ല. പിന്നെ അവിടുത്തെ കാര്യമൊക്കെ നാത്തു വന്നായിരിക്കും. മീൻ അവൾക്ക് കൊടുക്കും. ഞാൻ വെക്കും. എല്ലാം ഗംഭീരമാകണം. പിന്നെ എന്തെങ്കിലും ആവശ്യം സാധനങ്ങൾ ഇനി വല്ല മേടിക്കാനുണ്ടെങ്കിൽ അമ്മാവനും അളിയനും അവിടെ ഉണ്ട്. അവരോട് പറയണം ഞാൻ കരോളിന്റെ തിരക്കിലായിരിക്കും കേട്ടാ. ഇനി എന്ത് മേടിച്ചു കൂട്ടാൻ ഇങ്ങനെ ആർഭാടായിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ? ചുരുക്കി കഴിച്ചപ്പോരെ എല്ലാ വർഷവും ക്രിസ്മസ് ഉള്ളതല്ലേ? എല്ലാ വർഷത്തെയും പോലെ അല്ല ഈ വർഷം കുറച്ച്. അടുത്ത വർഷം ആര് കാണില്ലെന്ന് ആർക്കറിയാം. അതുകൊണ്ട് നമ്മൾ അതിനെ കടം മേടിച്ച് കൂട്ടുന്നത്? നീ പൈസയൊക്കെ എങ്ങനെ? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരെ കടം മേടിച്ചെങ്കിൽ അത് കൊടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചുമ്മാ ഈ കട അത് എനിക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യാനായിട്ട് പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കുമ്പോൾ നീ അതിന് നിരുത്സാഹപ്പെടുത്തല്ലേ. നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതം ആഘോഷപൂർണ്ണമാക്കണം, ആർഭാടമാക്കണം, സന്തോഷിച്ച് ജീവിക്കണം, അടിച്ച് പൊളിക്കണം. അല്ല ഇന്ന് രാത്രി നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് വാരും. ഞാൻ എന്തെങ്കിലും എടുക്കാൻ മറന്നോ? അതുണ്ട്, ഫോണും ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ കാര്യങ്ങൾ സ്പീഡായിക്കോ കേട്ടാ. എന്തെങ്കിലും ആവശ്യം വിളിക്കണ്ട. എനിക്ക് പറ്റില്ല. അളിയനെ അമ്മാവനെ കൂട്ടിക്കോ. കാശ് കുറച്ച് കിട്ടാൻ റെഡി ആയിട്ടുണ്ടേ. അതാ ഇങ്ങനെയാണ് പൈസ കിട്ടിയതിന് ഒന്നും നോട്ടമില്ല. പിന്നെന്താ? ഓക്കെ പെട്ടെന്ന് പറഞ്ഞേ. വർണ്ണരാജികൾ പടരും രാവിൽ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികള്? കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം ഡബിൾ ഓക്കെ. പുൽക്കൂട് ഉണ്ടാക്കാൻ പിള്ളേർ ഇപ്പൊ ഇനി വരും. ഇങ്ങോട്ടോ? അപ്പൊ നമ്മൾ ഉണ്ടാക്കണ്ട, അവര് വന്നുണ്ടാക്കും. ഇതൊക്കെ എന്റെ പിള്ളേരല്ലേ. അവരിവിടെ വന്നപ്പോ നോക്കിയൊരു ഗംഭീര പുൽക്കൂട്. നടാനും മറ്റവനാണോ? അതൊന്നുമല്ല. ഒരു ബോധം വെളുകൊക്കെ ഉള്ള പിള്ളേരാ. പിന്നെ 4 പട്ടാളം. ഇവിടെ പാങ്ങോട്ട് മിലിറ്ററി ക്യാമ്പ് ആക്കല്ലേ. അതായത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലുള്ള 4 പട്ടാളക്കാരുടെ വക 4 പട്ടാള കുപ്പി ഇവിടെ വരും. തന്നെയാണോടാ ഈ പറയണത്? ഞാൻ ഉള്ള കാര്യങ്ങളെ പറയൂ. ഇവൻ പറയും പോലെ നടക്കാത്ത കാര്യമൊന്നും പറയില്ല. അല്ല അതല്ല, ഞാൻ ആ മത്തായിയുടെ വീട്ടിലെ പിന്നെ ക്രിസ്മസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈന് തരാൻ പറഞ്ഞിട്ടേ. ഞാൻ പറഞ്ഞു ഇവിടെ ക്ലീറ്റസിന്റെ പരിപാടി ഉണ്ട്, വരില്ലാന്ന്. ഇനിയിപ്പോ അതും ഇതും ഇല്ലാണ്ടാവരുത്, അതുകൊണ്ട് പറഞ്ഞ. അയ്യോ വൈന് കൂച്ചണ ഒരാള് അങ്ങനെ മത്തായത്തിനെ വിഷമിപ്പിക്കണ്ട. എന്നാ പിന്നെ അങ്ങോട്ട് വിട്ടോ. അങ്ങനല്ല, പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. 6 മണിയാകുമ്പോൾ നിങ്ങൾ ആ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വരണം. അവിടെ കരോള് തുടങ്ങും. ജസ്റ്റ് ഒന്ന് തല കാണിച്ച് നിങ്ങൾ ഇങ്ങ് പോന്നോ? അല്ല അതിന് മുമ്പേ ഇല്ലേ? ആ പരിപാടിയുണ്ട്. അവർ കരോള് തുടങ്ങി കഴിഞ്ഞ് നിങ്ങളിങ്ങ് പോന്നോ, വന്നിട്ട് ചെറുതൊക്കെ വിട്ടിരുന്നോ. 9 മണിയാകുമ്പോൾ കരോളും ടീമുമായിട്ട് ഞാൻ ഇവിടെ എത്തും. നമ്മൾ ആടൽ പാടൽ കൊണ്ടാട്ടം. അപ്പൊ ശരി, കരോളിഞ്ഞ് പറഞ്ഞത് അടിച്ച് കിടക്കരുത് കേട്ടാ. ചെറുതാവാം, വലുതാവരുത്. രണ്ടും കൂടെ ബോധമല്ലാതെ കിടക്കരുത്. പറഞ്ഞ ആള് ചെയ്യായിരുന്നാ
ഞാൻ ഇതൊക്കെ ഇത്തിരി കാര്യഗൗരവമായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അറിയാം. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. യവനാണ് പ്ലാൻ ചെയ്തത്. എന്താവോ എന്തോ. അതന്നെ അടപ്പയ്ക്കും പേടി. മത്തായി വിളിച്ചൊന്ന് വളച്ച് വെച്ചേരെ. ഒന്ന് കരുതിരിക്കണല്ലേ? ഒരു കരുതലല്ല. എന്താ ഇച്ചൊക്കെ ഫോൺ എടുക്കാത്തത്? എന്താ കുഴപ്പം? ഈ അടുക്കള നിൽക്കണ എന്നെ വിളിക്കാൻ ഫോൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? ജമന്തി അറിയാണ്ടിരിക്കാനല്ലേ അവളെ അടുത്ത് തന്നത്. അമ്മ വിളിക്കണം പറഞ്ഞു. അയ്യോ, അവളവിടെ അവള് വിളിക്കാൻ പോയി. പോണ്ടേ നമുക്ക്? എവിടെ? അവന്റെ പരിപാടിയല്ലേ? അവൻ ഏറ്റ എന്തെങ്കിലും കാര്യം ഈ ലോകത്ത് നടന്നിട്ടുണ്ടോ? ഒരു പുല്ലും ഇല്ല. ഞാൻ വേറെ എടുക്കാൻ പറയാം. അതിനെ നടക്കൂല. പോടാർന്ന് എന്റെ മരുവനവൻ, ആൺകുട്ടിയവൻ. പറഞ്ഞ വാക്ക് പാലിക്കും. ക്ലീറ്റോ നടന്നാണ് ഇടോക്കടാ. ഇത് വേണോ ഇത് വേണോ? ഏതാ വേണ്ട പറ. ഇത് നമുക്കേ കരോള് വന്ന് പോയിട്ട് കഴിക്കാട്ടാ. ഇപ്പൊ അത് കഴിക്കാം. ഇവിടെയാണോ ബാറ്? ആരും കാണാൻ പാടില്ല. അതേ ശരി. മക്കളെ ഉണ്ണീഷ് വെക്കാൻ സമയമായി വരുന്നില്ലല്ലോ മക്കളെ. അല്ലേ 12 മണിയാവണ്ടേ? 12 മണി കഴിഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്നറിയാവോ? ചോദിച്ചെടുത്തിട്ട് നടത്താനായിട്ട് പൊട്ടിച്ചത്. ഉമ്മ വെച്ചുമ്മ വെച്ചുണർത്തിയ സൂക്ഷിച്ചോക്കളെ. യേശുനാഥൻ പിറന്നു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഞങ്ങളതേ തൊട്ടാ കുഴയാൻ ഭാഗത്തിരിപ്പുണ്ട്. ചക്ക കുഴയണ പോലെ. എനിക്കൊരു കുഴപ്പമില്ല. കറക്റ്റ് അല്ലേ? ഞാൻ പാട്ട് പാടിയില്ലേ? ഭയങ്കരമായി പോയി. അവിടെ നേരെ പിന്നെ നമ്മളെ വീട്ടില് ഇവിടെ വന്ന് അവസാനിപ്പിച്ചാ മതി. താർത്തുന്ന് ഇവിടെ വന്ന് അവസാനിപ്പിച്ചാൽ അടിപൊളിയാക്കി. ഞാൻ വീട്ടിലുണ്ടാവും. കലാശക്കോട്ട് ഇവിടെ അല്ലേ? കരോളെ എത്തി. നമ്മൾ രാജൻ സാറിന്റെ വീടിന്റെ അവിടെ എത്തി. ഇതാരത്? കൊച്ചുങ്ങളെ അമ്മാവ ഇവിടെ അളിയാ. അമ്മാവ ഇവിടെ. അമ്മാവനെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മാവനെ റെഡിയാക്കി വെച്ചു. എന്താ പുൽക്കൂടെല്ലാം നമ്മളെ പിള്ളേർ സെറ്റ് ചെയ്താ? അടിപൊളിയായില്ലേ? എന്റെ തങ്കം നടന്ന് കാലിന്റെ ഒരുപാട് തീർന്നു. അമ്മാവ കരോളുകാരൊക്കെ എത്തി. കർത്താവ് അനുഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ ഗംഭീരമായി. ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. എവിടെ മറന്നേക്കൂ. ചെറുക്കൻ്റെ കാര്യം മറന്നേക്കൂ. മലന്നു. എനിക്കറിയാം. ഞാൻ തന്നെ കാരണക്കാരൻ. അതല്ലേ എല്ലാം നേരത്തെ എത്തിച്ചു കൊടുത്തല്ലോ. അവന് നിൽക്കാൻ വയ്യ. ഇവിടെ ഞാൻ രാജസാറിന്റെ വീട് അവിടെ എത്തിയപ്പോ ഇങ്ങനെ എത്ര സമയം? വേഗം വിളി. അവരെ വിളിച്ചിട്ട് വിളിച്ചാല് കൊട്ടിന്റെ ഇടയിൽ കേൾക്കും തമ്മാര്.
ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അടിച്ചില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അമ്മ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആളിയാ. അടിപൊളി. ആദ്യമായിട്ട് എന്റെ ആളെ അളിയാ, ഇതെന്റെ ഒരു വാശിയും എന്റെ ഒരു സന്തോഷവും എന്റെ ആത്മാഭിമാനവും ഒക്കെ ആണെന്ന് തകർത്ത് ഇത്രയും നാളില് ഈ 10-12 വയസ്സായിട്ടാണ് ഇതുവരെ ഇത്ര എനിക്ക് വീണ്ടും അടുത്ത് ഒന്നും പോകാൻ പറ്റുന്നു. കിടന്നു. അതെ, എനിക്ക് എന്നോട് ആത്മാഭിമാനം തോന്നുക. അമ്മ കലക്കില്ലേ അമ്മ? നന്നായില്ലേ? എന്നാ ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയൂ. ഹാപ്പി ക്രിസ്മസ്. മേരി ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. താങ്ക് യു. മക്കളെ ഇതിവിടെ ഇരിക്കും കേട്ടാ. അളിയാ നീ ഉണ്ടല്ലോ. ഞാൻ വേറെ ഒരെണ്ണം എടുക്കാതിരിച്ചിട്ടുണ്ട്. എല്ലാരും കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ പൊളിച്ചു കേട്ടാ. അടിപൊളിയായിരുന്നു കേട്ടാ. അടിപൊളിയായിരുന്നു. പൈസ എല്ലാം ഉണ്ട് ഓരോരുത്തരായിട്ട്. ഇവിടെ ഇതിന്റെ മെയിൻ ആളാര്? ഇവിടെ ആര്? ഇവിടെ ടുട്ടുമോനെ. ടുട്ടുമോനെ, അപ്പൂപ്പ കൈവിട. അപ്പൂപ്പനുള്ള പൈസ ഞാൻ തരാം. കൈവിട അപ്പൂപ്പ. അതെ സുരേന്ദ്രൻ, നീ 6 മാസമായി എന്നെ പണം തരാമെന്നും പറഞ്ഞ് പറ്റിച്ച് നടത്തുന്നു. ഈ വേഷത്തിൽ വന്നാലേ നിന്നെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ വേഷം കെട്ടി നിന്നെ വന്ന് പിടിക്കാൻ സാധിച്ചു. അല്ലാതെ നീ ഒട്ട് തരത്തുമില്ല. ഓരോ കട ഉണ്ടാക്കി വെച്ചിട്ട് ക്ലീറ്റസേ ഒന്നിങ്ങൊന്ന് ബാ. ഈ വേഷത്തിന് ഒരു പരിഭാവനത്തോണ്ട് ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ ആരോടും സമ്മാനം ഇങ്ങോട്ട് വാങ്ങാറില്ല, അങ്ങോട്ട് കൊടുക്കാറേ ഉള്ളൂ. അതുകൊണ്ട് പിടിക്കേ ക്രിസ്മസ് ഒക്കെ ഭംഗിയായി നടക്കട്ടെ. ആഘോഷിക്കും. ഹലോ, ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് ഒന്ന് കാണണം എന്നെ. ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. വേണ്ട, ഞാൻ ഇങ്ങോട്ട് വരാം. വേടാ പിള്ളേ. മലയാളി ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. Versus Alien.